ഇന്ന് കുറച്ചൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. DKMS BMST എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ ഈ പർട്ടിക്കുലർ പാക്കേജ് എനിക്ക് വീട്ടിൽ ഡെലിവറി ചെയ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ DKMS BMST എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അവരുടെ എയിം എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടോ വായിക്കാം, വി ഡിഡ് ബ്ലഡ് ക്യാൻസർ എന്നുള്ളതാണ് അവരുടെ മോട്ടോ. അപ്പോൾ ബേസിക്കലി അവരുടെ ഈ മോട്ടോയ്ക്കും ഈ നോബിൾ കോസിനും ഒരു ചിലവുമില്ലാതെ വളരെ മിനിമൽ എഫേർട്ടിൽ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നും കൂടിയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് സ്റ്റെം സെൽസ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ സെല്ലാണ്. ആ പർട്ടിക്കുലർ സെല്ലിന് മറ്റു പല സെല്ലായി മാറാനുള്ള കഴിവുണ്ട്. അതിലൂടെ തന്നെ ബോഡിയിലുള്ള ഡാമേജ് ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യാനും റീജനറേറ്റ് ചെയ്യാനും ഈ സ്റ്റെം സെൽസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാൻസർ ഉള്ള ഒരാൾക്ക്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കീമോതെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഈ കീമോതെറാപ്പി ചെയ്യുന്നതിലൂടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ക്യാൻസർ സെൽസിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. എന്നാൽ ക്യാൻസർ സെൽസിനെ നശിപ്പിച്ച് കളയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ചില ഹെൽത്തി സെൽസിനെയും പലപ്പോഴും കീമോതെറാപ്പി നശിപ്പിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് സ്റ്റെം സെൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ, ഇപ്പോൾ എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ കീമോതെറാപ്പി ചെയ്തതിന് ശേഷം എൻ്റെ ബോഡിയിലുള്ള സ്റ്റെം സെല്ല് തന്നെ എനിക്ക് റീപ്ലേസ്മെൻറ്റായി എടുത്ത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇതിനെ ഓട്ടോജെനിക് സ്റ്റെം സെൽ റീപ്ലേസ്മെൻറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ ബ്ലഡ് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക്, മറ്റ് പല പേഷ്യൻസിനും ഈ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ കീമോതെറാപ്പിക്ക് ശേഷം ഒരിക്കലും കാണപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരാളുടെ അടുത്ത് നിന്നും സ്റ്റെം സെൽസ് റീപ്ലേസ്മെൻറ്റിനായി വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഡോണറിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ അഥവാ എനിക്ക് ഒരാൾ ബ്ലഡ് തരണമെന്ന് വിചാരിക്കാം. അപ്പോൾ ബ്ലഡ് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ആ ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും മാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഒരാളുടെ അടുത്ത് നിന്നും സ്റ്റെം സെൽസ് റീപ്ലേസ്മെൻറ്റായി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡോണറിൻ്റെയും എൻ്റെയും HLA ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം മാച്ച് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ HLA ടൈപ്പിംഗ് മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം റെയറാണ്. അതായത് അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് ആവറേജ് ആയിട്ട് 1 in 100,000 ആണ്. അല്ലെങ്കിൽ 1,00,000 ഒരാൾക്ക് മാത്രമേ ഈ HLA ടൈപ്പിംഗ് മാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അതായത് നിങ്ങൾക്ക് സ്റ്റെം സെൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡോണറിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 1,00,000 ആൾക്കാരെ തപ്പിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു ഡോണറിനെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അവിടെയാണ് നമ്മുടെ ഈ DKMS BMST എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ പ്രസക്തി വരുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അഥവാ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നമ്മൾ അടിച്ചിട്ട് നമ്മൾ സ്റ്റെം സെൽ റീപ്ലേസ്മെൻറ്റിന് താല്പര്യപ്പെടുവാണ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കിറ്റ് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വൺസ് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അഡ്രസ്സിലോട്ട് ഇത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് 3 സ്വാബ്സ് ഉള്ള ഒരു കിറ്റാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ HLA ടൈപ്പിംഗ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ കിറ്റ് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേസ് ചെയ്ത് അയക്കേണ്ട ഈ പർട്ടിക്കുലർ ഓൺവലപ്പ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓൾറെഡി ആ സ്വാബ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ കൂടുതൽ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ 3 സ്വാബ്സും വരുന്ന ആ ഒരു പർട്ടിക്കുലർ കിറ്റ് അവർ തരുന്നുണ്ട്. സോ ഇതിനെ ഇങ്ങനെ പീൽ ചെയ്താണ് ഇതിൻ്റെ അകത്തു നിന്നാണ് സ്വാബ്സ് എടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് സ്വാബ്സ് ഇല്ലാത്തത്. എൻ്റെ സാമ്പിൾസ് എടുത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നത് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പിന്നെ സംസാരിക്കുന്നതായിരിക്കും. ഇത് പോയിട്ട് കുറച്ച് പേപ്പർ വർക്ക് അവർ തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സാമ്പിൾ എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. സിമിലർലി ഇതൊരു കൺസെൻറ്റ് ഫോമാണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഈ പേജിൻ്റെ ടോപ്പിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ താഴെ പ്ലേസും ഡേറ്റും സിഗ്നേച്ചറും ചെയ്യാനുള്ള ഒരു ഫോമാണിത്. അതേപോലെ തന്നെ ഈ ബാർകോഡ്, എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. ഞാനെടുത്ത ഈ സാമ്പിളിനെ യുണീക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാർകോഡ് സ്റ്റിക്കേഴ്സാണിത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ പീൽ ചെയ്യാൻ പറ്റും, ഇതുപോലെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഇതെല്ലാം വെച്ച് തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓൺവലപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഓൺവലപ്പിലായിരിക്കണം നമ്മൾ നമ്മുടെ സാമ്പിൾ എടുത്തു കഴിഞ്ഞ ശേഷം അത് വെച്ച് അയക്കേണ്ടത്. സിമിലർലി നമുക്ക് അവരുടെ സിഇഒയുടെ അടുത്ത് നിന്നും ഒരു ലെറ്ററും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നെക്സ്റ്റ് കാണിക്കുന്നതായിരിക്കും.
ആദ്യമായി ഈ സ്വാബ്സ് വരുന്ന കിറ്റ് ഒരു വാഴപ്പഴം തൊലിക്കുന്ന പോലെ തൊലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് 3 സ്വാബ്സ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിന് ഹെഡിൽ നിങ്ങൾ ഒരിക്കലും ടച്ച് ചെയ്യരുത്. ശേഷം വായ്ക്കകത്തുള്ള ഉമിഴ്നീര് അല്ലെങ്കിൽ സലൈവ കംപ്ലീറ്റായി തുപ്പിക്കളഞ്ഞ് ഒരു ഡ്രൈ മൗത്ത് ആക്കുക. മാത്രമല്ല വായിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ശേഷം ഈ കാണിച്ച പോലെ സ്വാബ്സ് ബാക്ക് ആൻഡ് ഫോർത്തായി സർക്കുലർ മോഷനിൽ ഒരു സൈഡിൽ ചെയ്യുക, പിന്നെ മറ്റേ സൈഡിൽ ചെയ്യുക. ആദ്യത്തെ സ്വാബ് വെച്ച് ഓൾമോസ്റ്റ് 1 മിനിറ്റത്തോളം നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്വാബ് വെച്ച് സെയിം പ്രോസസ്സ് വീണ്ടും ചെയ്യുക. ഒരു 5 മിനിറ്റത്തോളം ഈ കോട്ടൺ സ്വാബ്സ് ഒന്ന് ഉണക്കിയതിന് ശേഷം റെഡ് ഓൺവലപ്പിലിട്ട് ഇതൊന്ന് പാക്ക് ചെയ്യുക. വൺസ് ഈ സാമ്പിൾ നമ്മൾ വെച്ചിട്ട് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ഗ്ലൂ ടേപ്പ് ഊരി ഇതിനെ നല്ല ടൈറ്റായിട്ട് ഗ്ലൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ ബാർകോഡ് എടുക്കുക. ബാർകോഡ് എടുത്ത് ബാർകോഡ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പ്ലേസ് ബാർകോഡ് ഹിയർ എന്ന് പറയുന്നത്. ഇതിൽ 2 ബാർകോഡ് സ്റ്റിക്കർ വരുന്നുണ്ട്. ഒരെണ്ണം ഡാമേജ് ആയി പോയാൽ രണ്ടാമത് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ അതിൻ്റെ യൂസ് ഉള്ളൂ. സോ ബാർകോഡ് ഒട്ടിക്കുക. ഇതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസെൻറ്റ് എഴുതുക. സോ ഇത് രണ്ടും ചെയ്തതിന് ശേഷം അവർ തന്ന ഈ ഓൺവലപ്പിലാണ് നമ്മളിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ടത്. സോ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പിക്കപ്പ് ചെയ്തുകൊണ്ട് വരാനുള്ള കാര്യം സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ഇത് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റാണ്. നിങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവരുടെ രജിസ്ട്രിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വൺസ് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും ബ്ലഡ് ക്യാൻസർ വന്ന ശേഷം സ്റ്റെം സെൽസിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഡോണറായി നിങ്ങൾക്ക് മാച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ HLA ടൈപ്പ് മാച്ചിങ് ആണോ എന്നുള്ളത് അവർക്ക് ചെക്ക് ചെയ്യാൻ ആ ഡേറ്റാബേസിൽ നിന്നും ഈസി ആയിട്ട് പറ്റുന്നതായിരിക്കും. അഥവാ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ആയി അപ്പോൾ ചെന്ന് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കപ്പോൾ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.